പാവങ്ങളുടെ പടത്തലവന്റെ ഓർമ്മയിൽ കേരളം. പാർലമെന്റിനെയും ഒരു പോരാട്ടവേദിയാക്കാമെന്ന് പഠിപ്പിച്ച ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് കൂടിയായ എ.കെ.ജിയുടെ ഓർമ്മകൾ നീതിക്കായുള്ള സമരങ്ങൾക്ക് എന്നും കരുത്ത് പകരുന്നവയാണ്. അനീതികളോട് സമരസപ്പെടാതെ സമരങ്ങളെ ജീവിതപാതയാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നിരയിൽ എന്തുകൊണ്ടും തിളക്കമാർന്ന പേരാണ് ആയില്യത്ത് കുറ്റിയേരി ഗോപാലൻ എന്ന എ.കെ.ജിയുടെ. വെള്ളത്തിൽ മീനുകളെന്ന പോലെ ജനങ്ങൾക്കിടയിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവരാകണം പൊതുപ്രവർത്തകരെന്ന ബോധ്യം മലയാളിക്കുണ്ടായത് എ.കെ.ജിയും പി കൃഷ്ണപിള്ളയും ഇ.എം.എസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കാട്ടിത്തന്ന പാതയിലൂടെ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ആചാരമായി കണ്ട അന്ധകാരത്തിൽ നിന്ന് ഇന്നത്തെ പുരോഗമന മതനിരപേക്ഷ കേരളമാക്കി മാറ്റിയതിൽ നിർണായക പങ്കുവഹിച്ചത് എ.കെ.ജി നയിച്ച സമരപാതകളും താണ്ടിയ സഹന വഴികളും കൂടിയാണ്. ഒരു വെളിപാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, മറിച്ച് കൊടുമ്പിരി കൊണ്ട ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 22-ാം വയസ്സിൽ അധ്യാപക ജോലി ഉപേക്ഷിച്ച് എ.കെ.ജി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടിയത്. പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായി, മലബാറിലെ കർഷക പ്രസ്ഥാനത്തിന്റെയും കോഴിക്കോട് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെയും മുന്നണി പോരാളിയായി, അമരാവതിയിൽ കുടിയിറക്കപ്പെട്ടവർക്ക് വേണ്ടി നിരാഹാര സമരം നയിച്ച് മരണാസന്നനായ സമരനായകനായി, മഹാഗുജറാത്ത് പ്രക്ഷോഭകാലത്ത് പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച പോരാളിയായി, അങ്ങനെ അനീതിക്കെതിരെ അഴിച്ചുവിട്ട കൊടുങ്കാറ്റായി രാജ്യമാകെ പടരുകയായിരുന്നു എ.കെ.ജി. സംസ്ഥാന രൂപീകരണത്തിന് മുമ്പും ശേഷവും എ.കെ.ജിയുടെ മുദ്ര പതിയാത്ത ഒരു പോരാട്ടവും കേരളം കണ്ടിട്ടില്ല. ഉത്തരവാദ പ്രക്ഷോഭകാലത്തും പാലിയം സമരത്തിലും ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെയും മുറിയാത്ത മുദ്രാവാക്യമായി എ.കെ.ജി മുഴങ്ങി. നവോത്ഥാനത്തിന്റെ മാറ്റങ്ങളെ വർഗബോധവുമായി കൂട്ടിയിണക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അന്തസത്തയെ പൂർണ്ണമായും ഉൾക്കൊണ്ട് സമരങ്ങൾ രൂപപ്പെടുത്തിയ എ.കെ.ജി പാർലമെന്റിനെയും പോരാട്ടവേദിയാക്കി. നിസ്വരും അശരണരുമായ ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യസ്നേഹത്തിന്റെ ഇടമുറിയാത്ത ഭാഷയിൽ എ.കെ.ജി പാർലമെന്റിനെ പ്രകമ്പനം കൊള്ളിച്ചു. കോടതി പോലും സമരവേദിയാക്കി മാറ്റിയ ആ വിപ്ലവകാരി മുടവൻമുകൾ കേസിൽ ജയിലിലടക്കപ്പെട്ടപ്പോൾ സ്വയം കേസ് വാദിച്ച് ജയിൽ മോചിതനായി. മനുഷ്യാവകാശങ്ങളുടെ ലംഘനത്തിനെതിരെ സുപ്രീം കോടതിയിൽ എ.കെ.ജി നടത്തിയ നിയമപോരാട്ടം എ.കെ. ഗോപാലൻ വേഴ്സസ് കേരള എന്ന പേരിൽ നിയമവിദ്യാർത്ഥികൾ ഇന്നും പഠിക്കുന്നു. സ്ഥാനമാനങ്ങൾക്കും പാർലമെന്ററി വ്യാമോഹങ്ങൾക്കും അടിപ്പെട്ട് പുതിയ കാല കപട വിപ്ലവകാരികൾ പഠിക്കേണ്ടതുണ്ട്. 1962 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ റിവിഷനിസത്തിനെതിരെയും തീവ്രവാദത്തിനെതിരെയും നടത്തിയ എ.കെ.ജിയുടെ പോരാട്ടങ്ങൾ, അടിയുറച്ച കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റ് ദർശനത്തെ പ്രയോഗവൽക്കരിച്ച ഉജ്ജ്വല സംഘാടകനുമായ എ.കെ.ജി പാവങ്ങളുടെ പടത്തലവനായതെങ്ങനെയെന്ന് 5.5 പതിറ്റാണ്ടോളം നീണ്ട ജനതയ്ക്കിടയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. ഉള്ളിലിരുന്ന് പാർട്ടിയെ തുരന്നു തിന്നാൻ ശ്രമിച്ച അധികാരമോഹികൾക്ക് പേടിപ്പെടുത്തുന്ന ഓർമ്മയും വിപ്ലവത്തിന്റെ യഥാർത്ഥ പാത തിരഞ്ഞെടുത്ത പോരാളികൾക്ക് പ്രചോദനവുമാകുന്ന പ്രകാശമാണ് എ.കെ.ജിയും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.